Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചായക്കൂട്ടന്റെ റെസിപ്പി ആയിട്ടാണ് പക്കാവട. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ ഇത്. അപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 32 ടേബിൾ സ്പൂൺ വരും. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. ഇത് വറുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓയിൽ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി വെള്ളം കുറച്ച് കൂടിപ്പോയാലും അതിനനുസരിച്ചിട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഇതുപോലെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, 1, 2, 3 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. സവാള കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റും കൂടുന്നതായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കുറച്ച് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. പലരും ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതാണ്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പ് കടലമാവിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 16 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കണക്കനുസരിച്ചിട്ട് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ പക്കാവട എല്ലാം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനം ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗാർണിഷിങ്ങും കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.